ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി റേഷ്യോ പ്രൊപ്പോർഷനിൽ ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് എ വേരീസ് ക്യാപിറ്റൽ എ ആണ്. എ വേരീസ് ഡയറക്ട്ലി അസ് ബി പ്ലസ് 18. അതായത് എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി പ്ലസ് 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി പ്ലസ് 18 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പൊതുവെ നമ്മൾ ചെയ്യുന്നത് എന്താ, ഈ സംഭവം മാറ്റാൻ വേണ്ടി, പ്രൊപ്പോർഷണൽ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ആ ഒരു കോൺസ്റ്റന്റ് കെ ആണെന്ന് വിചാരിക്കാം. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബി പ്ലസ് 18 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എ ഈക്വൽ ടു 108, ബി ഈക്വൽ ടു 36. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ വെൻ ബി ഈസ് ഈക്വൽ ടു 68. ആക്ച്വലി നമുക്ക് ഇവിടെ വേണമെങ്കിൽ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്കറിയാം എ ബൈ ബി പ്ലസ് 18 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. എ ബൈ ബി പ്ലസ് 18 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആദ്യം ഇനിഷ്യൽ കേസിൽ, കാരണം ഈ ബി പ്ലസ് 18 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈക്വലിൽ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ കേസിൽ എ 108 ആണ്, ബി 36 ആണ്. 36ഉം 18, 36ഉം 18, 54 വരും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എ നമുക്കറിയത്തില്ല, ബി 68 ആണ്. അപ്പോൾ 68ഉം 18, 68ഉം 18, 68ഉം 18 എന്ന് പറയുമ്പോൾ തന്നെ 86 വരും, 86 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്റെ വാല്യൂ എത്ര വരും? 108 2. ഓക്കെ, 86 ഇൻറ്റു 2, 86 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 172 എന്ന് പറഞ്ഞു കിട്ടും. ആക്ച്വലി വേണമെങ്കിൽ നമുക്കിത് കെ കണ്ടുപിടിച്ചിട്ട് കെയിൻ്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് 2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 2 എന്ന് പറഞ്ഞു കിട്ടിയിട്ട് രണ്ടാമത്തെ കേസിൽ എ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 68 പ്ലസ് 18 എന്ന് പറഞ്ഞ് വാരി വലിച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എ ബൈ ബി, അതായത് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും പൊതുവെ തരുന്നത്. അതായത് എ വേരീസ് വിത്ത് ഡയറക്ട്ലി അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എ ബൈ ബി പ്ലസ് 18 ആയിരിക്കും. അപ്പോൾ അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എന്റെ ഒരു വാല്യൂ കാണും, അപ്പുറത്ത് ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ കാണും. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയി.